പെൺകുട്ടികളുടെ പ്രൈവറ്റ് പാർട്സ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാം. നമുക്കറിയാം വജേന ഒരു ചെറിയ ഫോൾഡ് പോലെ ആണ് ഇരിക്കുന്നത്. അപ്പോൾ വജേനയുടെ ഫോൾഡ് നമ്മൾ വിടർത്തി പതുക്കെ വെള്ളം ധാര കോരി ഒഴിച്ച് ക്ലീൻ ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. നോർമലി അവിടെ സെക്രീഷൻസ് വന്ന് അടിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഫോൾഡ് നമ്മൾ പതുക്കെ ജസ്റ്റ് മൃദുവായിട്ട് വിടർത്തി വെള്ളം ധാര കോരി ഒഴിച്ച് ക്ലീൻ ചെയ്യുക. അതോടൊപ്പം തന്നെ മലമൂത്രം പോയതിനു ശേഷം, എസ്പെഷ്യലി മലം പോയതിനു ശേഷം നമ്മൾ ബാക്ക് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം തുണി വെച്ച് ഒപ്പുക മാത്രം ചെയ്യുക. ഒരുപാട് ഇട്ട് ഉരയ്ക്കാൻ പാടില്ല, സോഫ്റ്റാണ്. നമ്മൾ ഒരുപാട് ഉരച്ചു കഴിഞ്ഞാൽ അവിടെ കുഞ്ഞിന് നാപ്പി റാഷ് പോലെ റെഡ്നെസ്സും ഇറിറ്റേഷനും വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ബാക്ക് സൈഡ് ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. മലത്തിൻ്റെ അകത്ത് അണുക്കൾ ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്യാൻ പാടില്ല. ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് വേണം നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട്. നമ്മൾ കഴിവതും വൈപ്സ് യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ആൽക്കഹോൾ ബേസ്ഡ് വൈപ്സ് ചിലപ്പം കുഞ്ഞിന് ഇറിറ്റേഷൻ വരാൻ സാധ്യതയുണ്ട്. കുഞ്ഞിൻ്റെ സ്കിൻ ഭയങ്കര നേർമതി ഉള്ളതായതുകൊണ്ട് എപ്പോഴും മലമൂത്രം പോയതിനു ശേഷം ഇളം ചൂടുവെള്ളം ധാര കോരി ഒഴിച്ചതിന് ശേഷം തുണി വെച്ച് ഒപ്പുക മാത്രം ചെയ്യുക. നമ്മൾ കുറച്ച് സമയമൊക്കെ തുടർന്നിടുക. ഇടുക്കുകൾ നമ്മൾ പ്രത്യേകമായിട്ട് ക്ലീൻ ചെയ്യേണ്ടതാണ്. നമ്മൾ നാപ്പി റാഷ് ക്രീംസ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അവിടെ എയർ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ തുറന്നിടുന്നതിനോടൊപ്പം തന്നെ വെളിച്ചെണ്ണയോ വാസലിനോ അല്ലെങ്കിൽ നാപ്പി റാഷ് ക്രീമോ നമുക്ക് പുരട്ടുകയും ചെയ്യാം. താങ്ക്